പ്രൈസ് ദി ലോർഡ്. നിത്യജീവൻ എന്നുള്ള പ്രസംഗത്തിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേൾക്കുന്നത്. ഈ എപ്പിസോഡ് കൊണ്ട് ഈ വിഷയം തീർക്കാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കും പൊയ്ക്കൊള്ളാൻ മനസ്സുണ്ടോ എന്ന് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്? നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ ഓട്ടും. ശ്രദ്ധിച്ചേ, എത്ര മനോഹരം! നിത്യജീവൻ്റെ വഴി ഉപദേശം നിന്നിലുണ്ട്, നിത്യജീവ മൊഴികളുണ്ട്. അപ്പോൾ കൂടെ വന്നവരെന്തിനു വന്നവരാ? അപ്പം തിന്നാൻ വന്നവരാ. 5 അപ്പത്തെ 5000 പേർക്ക് 5000 പുരുഷന്മാർ കൊടുത്തെന്ന് പറയുമ്പോൾ സ്ത്രീകൾ, പ്രായമുള്ളവർ, കുട്ടികളെല്ലാം കൂടി 10,25,000 പേര് ഭക്ഷിച്ചു. അപ്പം അതിൻ്റെ ഇടയിലോട്ട് ചെന്നങ്ങ് വീണു കൊടുത്താൽ വയറ് പൊളിയെ തിന്നാം. മാസികത്തിൽ പോകുന്നവർ തിന്നാൻ പോകുന്നവരാ. പല പ്രസ്ഥാനങ്ങളിലും ബൈബിൾ ക്ലാസ്സോ പഠനങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ പോകുന്ന നല്ലൊരു ശതമാനം തിന്നാൻ പോകുന്നവരാ. വചനം കേൾക്കാൻ പോകുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ മീറ്റിങ്ങിലേക്ക് 5ഉം 10ഉം പേരുള്ളത്. എനിക്ക് ഒരു വിഷയവുമില്ല, അത് മനസ്സങ്കടവും ഇല്ല. കാരണം നിത്യജീവൻ്റെ മൊഴികൾ കേട്ട് പോകാൻ യേശുവിൻ്റെ കുറേ 12 പേരെ ഉണ്ടായുള്ളൂ. ഞങ്ങളും 10ഉം 12 പേരൊക്കെ ഉള്ളൂ. എത്ര കറക്റ്റായിട്ട് വന്നിരിക്കുക. എവിടെ ക്ലാസ് എടുത്താലും 10ഉം 12 പേരെ വരുള്ളൂ. കാരണം എന്താ? നിത്യജീവൻ്റെ മൊഴികൾ കേൾക്കാൻ അത്രേ ഉള്ളൂ എന്നേ. ആൾക്കാർക്ക് രോഗം മാറണം, കഷ്ടത മാറണം, ശമ്പളം കൂടണം, പിന്നെ സമൃദ്ധി ഉണ്ടാകണം, പിന്നെ വിസ വരണം, ഇമിഗ്രേഷൻ ക്ലിയർ ആവണം, ജോലി കിട്ടണം, കൂലി കിട്ടണം. ലോകത്തിൻ്റെ ഭൗതിക വിഷയങ്ങളൊക്കെ അവർക്ക് വേണം. അതിനുവേണ്ടിയാണ് യേശുവിൻ്റെ പുറകെ പോകുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, കുഞ്ഞെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിനു വേണ്ടിയല്ല യേശുവിൻ്റെ പുറകെ പോകേണ്ടത്. നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ ആ ചെറിയ ഗ്രൂപ്പായ ശിഷ്യഗണങ്ങളിൽ ഞാനും നിങ്ങളുമായിരിക്കണമേ എന്ന് ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുക, നിങ്ങളോട് അപേക്ഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ കർത്താവ് പറഞ്ഞ മഹത്തരമായ സത്യം എത്ര വലുതാണ്! നിങ്ങൾക്ക് പൊയ്ക്കൊള്ളാൻ മനസ്സുണ്ടോ? അവരെല്ലാം പോയി, ഒരു വലിയൊരു ഗ്രൂപ്പ് പോയി. നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടോ? യെസ്, പൊക്കോ, എൻ്റെ പ്രകാരം വരണ്ട. അപ്പോഴാണ് പത്രോസ് ചാടി വീണത്. എടുത്തുചാട്ടക്കാരനാണെങ്കിലും അനുഗ്രഹീതനായ ഒരു കർത്താവിൻ്റെ ദാസനാണ് പത്രോസ്. പത്രോസ് എഴുതിയ 2 ലേഖനങ്ങളെ വാലും തുമ്പും അറിയാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പ്രാസംഗികന്മാരുണ്ട്. ഞങ്ങളുടെ എറണാകുളം പട്ടണത്തിൽ ഉപദേശി കിടപ്പുണ്ട്, കോടീശ്വരനായ ഉപദേശി. കാശിന് പോക്കില്ലാതെ സൈക്കിളിൽ നടന്ന പുള്ളി ഇപ്പോൾ നടക്കുന്ന കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളി ഒരിക്കൽ പറഞ്ഞു, പൗലൂസിൻ്റെ ലേഖനങ്ങൾ മനുഷ്യനെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുക. ഞാനത് കേട്ടിട്ട് നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദക്കാരെ സൂക്ഷിപ്പിൻ ശക്തമായൊരു മെസ്സേജ് എടുത്ത് അങ്ങോട്ട് പറയാനിടയായി. ആ യൂട്യൂബിൽ കിടപ്പുണ്ട്. നീല നീല ബാക്ക്ഗ്രൗണ്ടിൽ നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ വിച്ഛേദക്കാർ. ആ കള്ളപ്രവാചകനുള്ളൊരു മറുപടി കൂടിയാണ്. അത് ഒത്തിരി പേര് കേട്ടു കേട്ടോ. 1000കണക്കിന് ജനം കേട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആൾക്കാർക്ക് താല്പര്യമായത്. നിത്യജീവനിൽ ഓടുന്നവരുണ്ടല്ലോ. അതുകൊണ്ട് നിത്യജീവന് വേണ്ടി ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്ന ദൈവമക്കൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണിത്. അല്ലാതെ വഴിയെ പോകുന്നവർക്കുള്ളതല്ല എന്ന് ഞാൻ പ്രത്യേകം പറയട്ടെ. നിങ്ങൾ നിത്യജീവന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങളുടെ മേലുണ്ടോ? തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നിങ്ങളെ മുൻനിയമിച്ചവരാണോ? അങ്ങനെയെങ്കിൽ നിങ്ങളിത് കേൾക്കണം, നിങ്ങളിത് കേട്ട് അനുസരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് ഗ്യാരണ്ടി തരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിഷയത്തിൽ നിന്ന് മുമ്പോട്ട് പോകാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം, സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25ഉം 26ഉം വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് കർത്താവ് ചോദിക്കുക. മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ കർത്താവ് വന്നപ്പോൾ ഉള്ള സംഭാഷണമാണ്. സ്തോത്രം. മാർത്തയോട് കർത്താവ് പറയുന്ന വേദഭാഗമാണ്.
ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, നിത്യജീവൻ ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇതൊരു കോമൺ ട്രൂത്തായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വാസ പ്രമാണമായ പഥ്യവചനം, ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം, യൂദരുടെ ലേഖനം 3-ാം വാക്യം. ആ പഥ്യവചനങ്ങൾ, പഥ്യോപദേശങ്ങൾ, രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തിപത്ത് ഉപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശം, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം, രാജകീയ ന്യായപ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം എന്നീ പ്രമാണത്തിൽ നിലനിൽക്കുന്നവർക്കാണ് എന്ത് കിട്ടുന്നത്? നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. കർത്താവിൽ വിശ്വസിച്ചാൽ നിത്യജീവൻ കിട്ടുമെന്നുള്ളൊരു കോമൺ ട്രൂത്ത് ആണെങ്കിലും വിശ്വസിച്ച് വിശ്വാസ പ്രമാണം അനുസരിക്കണം. അതാരും പറയുന്നില്ല ഇവിടെ. വിശ്വസിക്കുന്നവൻ വിശ്വാസ പ്രമാണം അനുസരിക്കണം. ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണം, അതെഴുതാനാണ് പോരാട്ടം യൂദയ്ക്കുണ്ടായത്. അത് എഴുതണമെന്നുള്ള ദൈവാലോചനയാണ് യൂദയ്ക്ക് ദൈവം കൊടുത്തത്. കോമൺ സാൽവേഷനെ കുറിച്ച് എഴുതാൻ തുനിഞ്ഞെങ്കിലും ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണത്തിന് വേണ്ടി പോരാടണമെന്ന് എഴുതാനാണ് യൂദയ്ക്ക് ദൈവാത്മാവ് നിയോഗം തന്നത്. അതാ യൂദയുടെ ഒരൊറ്റ ലേഖനം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുണ്ട ലേഖനം വായിച്ച് പഠിച്ചോണം. എൻ്റെ യൂട്യൂബിൽ അത് കിടപ്പുണ്ട്. ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാംബോൾ എന്നടിച്ച് യൂദയുടെ ലേഖനം നിങ്ങൾ സെർച്ച് ചെയ്താൽ യൂദയുടെ ലേഖനം കയ്യിൽ കിടപ്പുണ്ട്. അതിൽ 3 ക്യാരക്ടർ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ നിശ്ചയമായി കേട്ടിരിക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുക. 3 ക്യാരക്ടർ ആരൊക്കെയാണ്? ഒന്ന് കായീൻ, ഒന്ന് ബിലയാം, ഒന്ന് കോരഹ്. ഈ 3 വിഷയങ്ങളെ വിരൽ ചൂണ്ടി യൂദ എഴുതുക. 3 ഗ്രൂപ്പ് ആൾക്കാരെ കുറിച്ച് പറയുക. ദ്രവ്യാഗ്രഹം ബിലയാമിനെടുത്ത് കാണിക്കുന്നു. മത്സര സ്വഭാവമുള്ള ഗ്രൂപ്പ് കോരഹിനെ കാണിക്കുന്നു. പിന്നെ അടുത്തതാരാ? കായീൻ. ദുഷ്ടന്മാർ, അല്ലെങ്കിൽ സഹോദരനെ പകയ്ക്കുന്നവൻ, കൊലപാതകൻ, ദുഷ്ടതയ്ക്ക് നിഴലായിട്ട് നിൽക്കുക കായീൻ, കൊലപാതകി. ഇന്ന് നമ്മൾ സഹോദരനെ പകയ്ക്കുമ്പോൾ തന്നെ കൊലപാതകം ചെയ്യല്ലേ? ആക്ഷരികമായി കൊല്ലണ്ട, പകച്ചാൽ മതി. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഉപദേശം വളരെ ഹാർഡാണ്. അത് ലളിതമാണെങ്കിലും അത് ഹാർഡാണ്. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ ഇതനുസരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുക. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ ചില വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ ഒരു സുപ്രധാന വാക്യം. ഹല്ലേലൂയ. 24, 25 വാക്യങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്താ എഴുതിയിരിക്കുന്നത്? ആമീൻ, ആമീൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിലേക്ക് തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. നമ്മളെ സേഫാക്കാൻ നോക്കിയാൽ നമ്മുടെ കാര്യം പോക്കാം. കർത്താവിന് വേണ്ടി നമ്മൾ വെറുമ്പയായിട്ട് എറിഞ്ഞിക്കൊന്ന് ചാകുന്നെങ്കിൽ ചാകട്ട്, പോയാൽ പോയി, വന്ന് എന്നും പറഞ്ഞ് നമ്മൾ ജീവിച്ചാലുണ്ടല്ലോ, നമ്മുടെ പ്രാണൻ നിത്യജീവനിലേക്ക് നമ്മൾ സേഫാക്കുക ചെയ്യുന്നത്. ഈ മർമ്മം പലർക്കും അറിയത്തില്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ചില കട്ടിയായ വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഞാൻ സമയമെടുക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതിനോടനുബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുക. അധികം സമയമൊന്നും അവിടെ നിൽക്കാനുള്ള പ്രേരണയും എനിക്കില്ല. ഞാൻ പെട്ടെന്ന് ആ വിഷയത്തിലേക്ക് വന്നുകൊള്ളാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. സോറി, 2-ന്റെ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യം.
3:22 മുതലുള്ള വാക്യം. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഏദൻ തോട്ടത്തിൻ്റെ അകത്താക്കിയവൻ കൽപ്പനാലംഘനം ചെയ്തപ്പോൾ പുറത്താക്കി. പെന്തക്കോസ്തുകാരെ ശ്രദ്ധിച്ചോണേ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശയം പ്രാപിച്ച് സഭയിൽ പോയി പാട്ടും പാടി സന്തോഷിച്ച് തുള്ളിച്ചാടി നടന്നാലൊന്നും പോരാ, സ്വർഗരാജ്യത്തിൻ്റെ അകത്താകണം. വ്യവസ്ഥ പ്രകാരം ജീവിച്ചില്ലെങ്കിൽ നിന്നെ പുറത്താക്കും. CPM-കാർക്കൊരു സ്വഭാവമുള്ളത്, CPM എന്ന് പറഞ്ഞാൽ ചർച്ചിനെ കുറിച്ചല്ല പറയുന്നത്, രാഷ്ട്രീയ പാർട്ടി, എന്ത് വൃത്തികേട് കാണിച്ചാലും അവരൊരുത്തനെ പുറത്താക്കത്തില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മയത്തിൽ കൊണ്ടു കിടക്കുകയുള്ളൂ. തേറ്റ് തലപ്പത്തിരിക്കുന്നവൻ കാണിക്കുന്ന വൃത്തികേടുകളും അവരെന്ത് ചെയ്യത്തില്ല, ശാസിക്കത്തില്ല, തർജ്ജനം ചെയ്യത്തില്ല. കൂട്ടായ ഒരു തീരുമാനമെടുത്തവർക്ക് അതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കത്തില്ല. അപ്പോൾ എന്തോ പറ്റി? നമ്മുടെ പ്രധാനപ്പെട്ട പഴയ മുഖ്യമന്ത്രി കടക്കൂപ്പുറത്ത് എല്ലാവരും കൂടി ചേർന്ന് പുള്ളിയെ പുറത്താക്കി. ഈ ലോകം അങ്ങനെ ഒരു ദൂത് തരുന്നെങ്കിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ തിരിച്ചടിയാകും എന്ന് നമ്മൾ അതിൽ കൂടിയൊന്നും പഠിച്ചെടുത്തോണം. ദൈവവചന വ്യവസ്ഥ വിട്ടുള്ള പോക്കുകൾ ദൈവരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അകത്തേക്ക് കടക്കാൻ കഴിയാതെ വണ്ണം നമ്മളെ പുറത്താക്കുമെന്നുള്ളൊരു ചിന്ത നമ്മളെ ഭരിച്ചാൽ നമ്മൾ ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത്. ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചാൽ എന്ത് ചെയ്യും? അവൻ പാപിയായിട്ട് എന്നേക്കും ജീവിക്കേണ്ടി വരും. അപ്പോൾ വീണ്ടെടുക്കാൻ പറ്റാതെ വരും. ദൈവം മനുഷ്യനായിട്ട് വന്നവനെ വീണ്ടെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനായിത്തീരും. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് അവനെ ഏദൻ തോട്ടം നിന്ന് പുറത്താക്കി. ദൂതന്മാരെ വാളുകളുമായി കാവലാക്കി നിർത്തിയെന്നല്ലേ പുസ്തകം പഠിപ്പിക്കുന്നത്? അത് നമ്മോടുള്ള സ്നേഹമാണ്, നമ്മളുള്ള സ്നേഹത്തിൻ്റെ ആധിക്യമാണ്. ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്ന് പാപിയായി എന്നേക്കും വീണ്ടെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിത്തീരാതിരിക്കാൻ എന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിൽ നിന്ന് അവനെ പുറത്താക്കിയതായിട്ട് നമ്മളിവിടെ പഠിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഈ ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പദവി എന്താ? നമ്മുടെ പദവി ക്രിസ്തുയേശുവിലൂടെ വീണ്ടെടുപ്പ് ലഭിച്ചു. ക്രിസ്തുയേശുവിലൂടെ നമ്മളെ ദത്തെടുത്തു. ക്രിസ്തുയേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി. അഭാവിത വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ നൽകുന്ന മക്കളും അവകാശികളുമാക്കി മാറ്റി. എന്നിട്ട് ദൈവവചന വ്യവസ്ഥ പ്രകാരം ജീവിക്കാൻ ദൈവം നമുക്ക് പ്രമാണം നൽകി, പഥ്യവചനം നൽകി, പഥ്യോപദേശം നൽകി. ആ ഉപദേശത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കാതെ നമ്മുടെ തന്നിഷ്ടപ്രകാരം പോയാൽ നമ്മൾ ദൈവരാജ്യത്തിന് പുറത്താക്കും ദൈവം. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ആരും പറയത്തില്ല. അനുഗ്രഹം, നന്മ, വിടുതൽ. ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ പിറകെ വലിയൊരു സംഖ്യ ജനം പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. അത്ഭുതം വേണം, അടയാളം വേണം, വീര്യപ്രവൃത്തി വേണം. ഇതൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുക. പിശാച് അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമായി, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പോയി എന്നൊക്കെ പലരും വന്ന് ആ നാളിൽ പറയും. അതൊക്കെ ഇന്ന് നടക്കുന്നല്ലേ? യേശുവിൻ്റെ നാമം പറയുമ്പോൾ രോഗി സൗഖ്യമാകുന്നത്, യേശുവിൻ്റെ നാമത്തിലാണ് ഭൂതം പോകുന്നത്, യേശുവിൻ്റെ നാമത്തിലാണ് വിസ വരുന്നത്, യേശുവിൻ്റെ നാമത്തിലാണ് വിദേശയാത്ര ഒരുങ്ങുന്നത്, യേശുവിൻ്റെ നാമത്തിലെ ടിക്കറ്റ് കിട്ടാതിരിക്കുന്ന ടിക്കറ്റ് കിട്ടുന്നത്, യേശുവിൻ്റെ നാമത്തിലാണ് കുവൈറ്റ് വിസ അമേരിക്ക വിസയായി ഇപ്പോൾ മാറുന്നത്. അതിനുള്ള ബിരുദന്മാരിലേ കിടക്കുന്നുണ്ട് ആത്മീയ കുളത്തിൽ. എന്തും മറിമായം ചെയ്യാനും മനസ്സുള്ള പ്രിയപ്പെട്ടവരല്ലേ കിടക്കുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഇത് നിത്യജീവനിലേക്കല്ലേ അവർ യാത്ര ചെയ്യുന്നത്? നിത്യനാശത്തിലേക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് ധൈര്യമായിട്ട് ഞാൻ പറയാൻ താല്പര്യപ്പെടുക. അത്ഭുതങ്ങളെയും അധർമ്മങ്ങളെയും കുറിച്ച്, അത്ഭുതവും അടയാളങ്ങളെക്കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? ആധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ലെന്നല്ല, അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആരാ കയറി പ്രവർത്തിച്ച അത്ഭുതം?
സാത്താൻ കയറി കളിച്ചു. സാത്താൻ കയറി പ്രവർത്തിച്ച് വടക്കേ ഇന്ത്യയിലൊക്കെ ഭയങ്കര അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക. ഒരു ചെറിയ പിഞ്ഞാണവും വെച്ച് അതിൽ കുറേ പൊടിയിട്ട് കുറേ പൈസ തൊട്ടും വെച്ച് സ്വാമിമാർ കുറിയും വരച്ച് അവിടെ ഇരിക്കുക, ഓരോ ക്യാബിനുണ്ടാക്കി. മക്കളില്ലെങ്കിൽ മക്കൾ, വിവാഹം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ഭാര്യയെ കിട്ടും, ഭർത്താവിനെ കിട്ടും, വീട് വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീട് കിട്ടും. ഏത് ഭൗതിക ആവശ്യം പറഞ്ഞാലും അവർ ഓം ക്രീം പറഞ്ഞ് ഒരു തൈലം എടുത്ത്, തൈലമല്ല ഒരു പൊടിയെടുത്ത് നെറ്റി തൂത്ത് തരും. അതും തൂത്ത് വീട്ടിൽ ചെന്നാൽ മതി. കുറേ കഴിയുമ്പോൾ വിഷയങ്ങൾ, നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം നിറവേറ്റപ്പെടും. അതോടെ പിശാചിനെ ബന്ധിച്ച് നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയത്ത പരുവത്തിലാക്കിയിടും. അത്ഭുതങ്ങളുടെ പിറകെ ആരും പോകല്ലേ. അവൻ്റെ പേര് അത്ഭുത മന്ത്രി എന്നാ. എൻ്റെ കർത്താവ് അത്ഭുത മന്ത്രി തന്നെ, യാതൊരു സംശയവുമില്ല. പക്ഷേ വചന വ്യവസ്ഥ വിട്ടുള്ള അത്ഭുതങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല. അത് മറ്റൊരു സുവിശേഷം, മറ്റൊരാത്മാവ്, മറ്റൊരു ക്രിസ്തു. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് സാത്താന്യ ശക്തികളാണെന്ന് ദൈവജനം മനസ്സിലാക്കണം. നിത്യജീവന് പകരം നിത്യനാശത്തിലേക്ക് പോയി പതിക്കാനിടയായിത്തീരും. അത്ഭുതങ്ങൾക്ക് വേണ്ടി ഞാനൊരു ചെറിയ വിഷയം പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ പ്രേരണയുണ്ട്. പ്രേരണ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്, ഇല്ലെങ്കിൽ പറയത്തില്ല. തെസ്സലോനിക്ക ലേഖനം 2-ാം ലേഖനം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പരിശുദ്ധാത്മാവ് ദുഷ്ടപ്രവൃത്തി അല്ലെങ്കിൽ പിശാചിൻ്റെ പ്രവൃത്തിയെ തടഞ്ഞുകൊണ്ടിരിക്കുക. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. അത്ഭുതത്തിൻ്റെ പിറകെ പോകുന്ന പെന്തക്കോസുകാരെ ഇത് കേട്ടോണേ. ഹല്ലേലൂയ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാൻ തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെ അറിയേണ്ട പോലെ അറിഞ്ഞില്ലെങ്കിൽ, ദൈവശക്തിയും പിശാചിൻ്റെ ശക്തിയും തിരിച്ചറിയുന്നില്ലെങ്കിൽ അടിപടലം തെറ്റും, കട പറിച്ചു കളയും, നരകക്കുഴി കൊണ്ട് തള്ളിക്കളയും. കർത്താവ് അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. നമുക്കൊരു നല്ല മുഖ്യമന്ത്രിയെ കിട്ടിയിട്ടുണ്ട്, വീഡിയോ സന്ദേശൻ. അത് മുഖ്യമന്ത്രിയാ, നല്ല മന്ത്രിയാ. നമ്മുടെ മന്ത്രി അത്ഭുത മന്ത്രിയാ. നിന്റെ രോഗത്തിന് സൗഖ്യം തരാൻ കഴിയും, നിന്റെ കഷ്ടത മാറ്റാൻ കഴിയും, നിന്റെ ഞെരുക്കങ്ങളെ മാറ്റാൻ കഴിയും, ഇതെല്ലാം മാറ്റാൻ കഴിയും. പക്ഷേ അതിനുവേണ്ടി കിടന്നാൽ തലയറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട. നിത്യജീവന് വേണ്ടി നീ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്കാവശ്യമായ സൗഖ്യവും വിടുതലും അനുഗ്രഹങ്ങളെല്ലാം കർത്താവ് തന്നുകൊള്ളും. അനുഗ്രഹത്തിൻ്റെ പിറകെ പോകരുതേ, അത്ഭുതങ്ങളുടെ പിറകെ പോകരുതേ. ഹല്ലേലൂയ. ആ 9, 10, 11, 12 വാക്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ച് വായിക്കുന്നു, കേട്ട് പഠിച്ചോണം എല്ലാവരും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളുടെയും അനീതിയുടെയും സകല വഞ്ചനയോടും കൂടിയായിരിക്കും. എന്തിനാണ് അങ്ങനെ ഉണ്ടാകുന്നത്? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കോണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികൾ തന്നെ അങ്ങനെ സംഭവിക്കും. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കാറ്റി സാത്താൻ നിന്നെ വശീകരിക്കുന്നതിൻ്റെ കാരണം എന്താ? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കോണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികൾ തന്നെ അങ്ങനെ ഭവിക്കും. 12 വാക്യം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവനും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ സന്തോഷിക്കുന്നവർക്ക് ഒന്നൂതുമ്പോൾ 4 കരണം അറിയുന്നവരെ, കുരപ്പിക്കുന്നവരെ, ഛർദ്ദിപ്പിക്കുന്നവരെ, വചനവ്യവസ്ഥയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ഇമോഷൻ ഇളക്കിയ ആൾക്കാരെ ഇളക്കി മറിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരുടെ ശുശ്രൂഷയിൽ ആരെങ്കിലും പോയി കെണിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ദൂതാണിത്.
സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഇവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ആരയക്കുന്നു? ദൈവം അയക്കുന്നു. എൻ്റെ ദൈവമേ, ഇതെന്താ ഈ കേൾക്കുന്നത്? നീ സത്യത്തെ വിശ്വസിക്കാതെ അനീതി രസിച്ചുകൊണ്ട് പോയാൽ, ഒന്ന് ഊതുമ്പോൾ 4 കരണം പറഞ്ഞ് അത് ദൈവത്തിൻ്റെ ആത്മാവാണെന്ന് പറഞ്ഞാൽ, കുരപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഛർദ്ദിപ്പിക്കുകയും തുള്ളിപ്പിക്കുകയും കിടന്ന് ചാടി ഓടുകയൊക്കെ ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ ആത്മാവാണെന്ന് നീ പറഞ്ഞുകൊണ്ട് നടന്നാൽ, സത്യത്തെ വിശ്വസിക്കാതെ നീ അനീതിയിൽ രസിച്ചാൽ എന്ത് സംഭവിക്കും? അവർക്ക് ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്കു വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കും. പിശാചിൽ കൂടിയുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. നിത്യജീവനാണ് നമ്മുടെ വിഷയം. നമുക്ക് നിത്യജീവൻ വേണം. നമുക്ക് മുത്ത് വ്യാപാരി വിലയേറിയ മുത്ത് കണ്ടെത്തിയാറേ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വിലയേറിയ മുത്ത് പ്രാപിച്ചു. അതുപോലെ നമുക്ക് നിത്യജീവൻ, സ്വർഗരാജ്യം, ദൈവരാജ്യം. വയലിൽ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു നിധി കണ്ടെത്തി. മണ്ണ് മാന്തി മൂടിയിട്ടിട്ട് യജമാനൻ്റെ അടുക്കൽ ചെന്ന്, ആ നിലം എനിക്ക് തരാമോ? എനിക്കുള്ളതെല്ലാം വിറ്റ് ഞാൻ കൊണ്ട് തരാം. സകലതും വിറ്റും ആ വിലയേറിയ നിധിയുള്ള വയൽ വാങ്ങിയ കഥ കർത്താവ് പറഞ്ഞല്ലോ. എത്ര മനോഹരം, എത്ര അർത്ഥസമ്പുഷ്ടം, എത്ര ഗാംഭീര്യം, എത്ര വിലയേറിയ സന്ദേശമാണ് മുത്തുവ്യാപാരിയുടെയും വയലിൽ ഒളിച്ചു വെച്ച നിധിയോടും കർത്താവ് ദൈവരാജ്യം, സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞത്. അതൊക്കെ ഗ്രഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ അത്ഭുതങ്ങളുടെ പുറകെ നടക്കുകയാണോ? നടന്നോ, കുഴപ്പമൊന്നുമില്ല. അവസാനം സാത്താൻ ലോക്ക് ചെയ്യും. നിത്യജീവനിലേക്ക് പ്രവേശിക്കാതെ വണ്ണം ലോക്ക് ചെയ്യും. സഭയെ ചേർക്കാൻ കർത്താവ് വരുമ്പോൾ ഒരുങ്ങിയിരിക്കുന്നവർ, ഉണർന്നിരിക്കുന്നവർ, വിശുദ്ധി ജീവിക്കുന്നവർ കർത്താവിൻ്റെ ഒരു പോകും. അല്ലാത്തവർക്ക് വേണ്ടി മറ്റൊരു കർത്താവ് വരുന്നുണ്ടൊരു സന്ദേശം കൂടി ഇതിൻ്റെ പിന്നിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇനി വേറെ പ്രധാനമായൊരു വിഷയം പറഞ്ഞ് ഈ മെസ്സേജ് നിർത്താൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാൻ പറ്റും? റോമാലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പം നിത്യജീവൻ കൃപാവരമാണ്. ഫ്രീ ആയിട്ട് തരുന്ന കൃപാവരം കാശ് കൊടുത്ത് തലയിൽ മേടിക്കുന്നു, ഫ്രീ ആയിട്ട് കിട്ടുന്ന. പക്ഷെ അതിന് എന്ത് ചെയ്യണം? വില കൊടുക്കണം. എന്താ വില? അതിനെക്കുറിച്ച് പൗലോസ് പഠിപ്പിക്കുന്ന റോമാലേഖനം 6-ാം അധ്യായം. പാപസംബന്ധമായി മരിച്ചിരിക്കുന്ന നിങ്ങൾ, പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിക്കുന്ന നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കുരിശിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് അവൻ്റെ മഹിമയാൽ ജീവിക്കുന്ന പോലെ നിങ്ങളും അവനോടുകൂടി ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചതായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അങ്ങനെ നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവരോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പഴയ മനുഷ്യൻ മരിച്ചു, അവനെ അടക്കം ചെയ്തു, അവനെ കുഴിച്ചിട്ടു. ഒരു ക്രിസ്തുവിലായവൻ പുതിയ സൃഷ്ടിയാകുന്നു, കണ്ടാൽ സകലതും പുതുതായി തീർന്നു. ഈ പാപത്തിൽ ജീവിച്ച മനുഷ്യനെ കൊണ്ട് കുഴിച്ചിട്ടു. ഇപ്പോൾ ഒരു പുതിയ മനുഷ്യനാണ് ജീവിക്കുന്നത്. ഈ മനുഷ്യനാണ് നിത്യജീവനിലേക്ക് നടത്തപ്പെടുന്നത്. അതിന് പൗലോസ് തന്നിരിക്കുന്ന ഗൂഗിൾ മാപ്പാണിത്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴി ഗൂഗിളിൽ എനിക്ക് ഈ കൊന്തോന്നും അറിയത്തുമില്ല. ഗൂഗിൾ മാപ്പ് ഇട്ട് തരാൻ പാർട്ടങ്ങ് വന്നേക്ക്. ഞാൻ പറയും ആ ഫോൺ നമ്പർ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഞാനങ്ങ് വരാം. ഈ മാപ്പൊക്കെ നോക്കി കിടക്കുന്നവൻ രണ്ടെണ്ണം പോയി കുഴി ചാടി, വെള്ളത്തിൽ ചാടി ചത്തെന്ന് വരെയും കേൾക്കുന്നുണ്ട്. നമുക്കല്ലാതെ തന്നെ അവിടെ ചെന്നെത്താനുള്ള വഴികളുണ്ടല്ലോ. ഇവിടെ ഇതാ സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ളൊരു മാപ്പാണ് പോലീസ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. 12-13 വാക്യങ്ങളാകിയാൽ പാപം നിങ്ങളുടെ പ്രത്യശരീരങ്ങൾ അതിൻ്റെ മോഹങ്ങളനുസരിച്ച് മാറിയിൽ വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും വരുത്. യേശുവിനോട് ചേർന്ന് നിങ്ങൾ, യേശുവിനെ ധരിച്ച് നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന് സമർപ്പിക്കരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളിൻ. യേശുവിനോട് ചേരുന്ന മുമ്പ് പാപം ചെയ്തുകൊണ്ടിരുന്ന പഞ്ചേന്ദ്രിയങ്ങൾ യേശുവിനോട് ചേർന്നപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ എന്ത് ചെയ്യുക? നീതി ചെയ്യാനായിട്ട് സമർപ്പിച്ചു. നീതി ചെയ്യുക, വചനം അനുസരിച്ച് ജീവിക്കുക. ഹല്ലേലൂയ.
പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഈ നിത്യജീവൻ കിട്ടാൻ തടസ്സം പാപം, സിൻ. അതൊരു പ്രധാന വിഷയമാണ്. വേദപുസ്തകത്തിൽ ഏറ്റവും പ്രസംഗിക്കപ്പെടേണ്ട വിഷയം സിൻ, പാപമാണ്. ഇന്നതാരും ചെയ്യുന്നില്ല. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിലുള്ള ശുശ്രൂഷകൾ ഇന്ന് കുറഞ്ഞുപോയി. പരിമിതമായി, നാമമാത്രമായ നിലയിൽ മാത്രമായി തീർന്നിരിക്കുന്നു. അപ്പൊ പണ്ട് പാപം ചെയ്തുകൊണ്ടിരുന്ന അവയകൾ നീതി ചെയ്യാനായിട്ട് സമർപ്പിക്കണമെന്ന് പോലീസ് പഠിപ്പിക്കുന്നു. 16-ാം വാക്യം വായിക്കുന്നു, റോമർ 6:16. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നു. അപ്പോൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്ന നമ്മൾ, 17-ാം വാക്യം, അത് പാപത്തിന് ദാസന്മാരായി നമ്മൾ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി. നീതിക്ക് ദാസന്മാരായപ്പോൾ എന്ത് ചെയ്യണം? ഇനി നീതി ചെയ്തുകൊണ്ടിരിക്കണം. എന്താ നീതി ചെയ്യുക? വചനമനുസരിച്ച് ജീവിക്കുക. വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീതി ചെയ്യുന്നത്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം 2 എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനൊരു 3-4-5 മെസ്സേജിന് മുമ്പ്. 73, 74, 75 വയസ്സുള്ള ഒരു പാസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ചെയ്ത നീതീകരണം, വിശുദ്ധീകരണം മെസ്സേജ് കേട്ടു, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? സ്വർഗത്തിൽ നമുക്ക് ന്യൂട്രൽ പരുവത്തിൽ പോകാൻ പറ്റത്തില്ല. അതെന്താ കാര്യം? അതിന് വില കൊടുക്കണം. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ച് കർത്തൃത്വം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് മുമ്പോട്ട് പോയാൽ നിത്യജീവനിലേക്ക് പോകത്തില്ല. പിന്നെ അടുത്ത് ചെയ്യേണ്ട ഒത്തിരി ഘനമായ വിഷയങ്ങൾ കിടപ്പുണ്ട് ഇവിടെ. അത് നമ്മൾ പഠിക്കണം. അതാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നുവെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി. നീതിക്ക് ദാസന്മാരായപ്പോൾ എന്ത് ചെയ്യണം? നീതി ചെയ്തുകൊണ്ടിരിക്കണം. അതാ 19-ാമത്തെ വാക്യം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലിനിമിത്തം മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ. ഞാനിതിപ്പോൾ കുറേ ദിവസങ്ങളായി, മാസങ്ങളായി ഈ വിഷയം തന്നെയും പിന്നെയും ആത്മനിയോഗത്താൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ വിഷയം നമ്മുടെ തലയിലോട്ട് കയറണം. പാപം ചെയ്തുകൊണ്ടിരുന്ന അവയവങ്ങൾ നീതി ചെയ്യാനായിട്ട് സമർപ്പിച്ച് നീതി ചെയ്തുകൊണ്ടിരിക്കണമെന്ന അവയവങ്ങൾ. അർത്ഥാൽ നമ്മുടെ ഓരോ അവയവങ്ങളും കർത്താവിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ സകല നീതി നിവൃത്തിക്ക് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞ് യോർദാൻ നദിയിലെ കലക്കവെള്ളത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ കീഴിൽ കർത്താവ് സ്നാനം വെച്ചതുപോലെ, അപ്പോൾ ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്ന ഉചിതം. അപ്പോൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതാണ് ഉചിതം. സ്നാനം മാത്രമല്ല, അഭിഷേകം മാത്രമല്ല, വിശുദ്ധി, വേർപാട്, ഇതെല്ലാം ഉപദേശത്തിലുള്ളതാ. ഇന്നത്തെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ അതൊക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞിരിക്കുക. വിശുദ്ധി എടുത്ത് കളഞ്ഞു, വേർപാടെടുത്ത് കളഞ്ഞു. എന്നിട്ട് ഒരു ഒപ്പിച്ചുള്ളൊരു പോക്ക. അപകടം, അപകടം, അപകടം മണത്തത് കൊണ്ട് പറയുക, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഹല്ലേലൂയ. പാപം ചെയ്തുകൊണ്ടിരുന്ന അവയവങ്ങൾ നീതി ചെയ്യാനായിട്ട് സമർപ്പിക്കാൻ ഇവിടെ പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നീതിയെക്കുറിച്ച് അറിയത്തില്ലെന്ന്. നിങ്ങൾക്ക് അന്ന് എന്ത് ഫലമുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അത് ലജ്ജയാണ്. പാപം ചെയ്തുകൊണ്ട് ഇപ്പോൾ ലജ്ജ കിട്ടും. കള്ളുകുടിച്ച് തലയും കുത്തി കിടന്ന ലജ്ജയല്ലേ? ലജ്ജ. അതിൻ്റെ അവസാനം മരണം, ആത്മാമരണം. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോവുക. എന്നാലിപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം. പാപം ചെയ്തുകൊണ്ടിരുന്ന അവയവങ്ങൾ യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ തീരുമാനമെടുത്ത് കർത്താവിൻ്റെ മകനായി മകളായി തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവയവങ്ങൾ നീതി ചെയ്യണം. നീതി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വിശുദ്ധീകരണം കിട്ടും. പാപം ചെയ്താൽ എന്ത് കിട്ടും? ലജ്ജ കിട്ടും. അതിൻ്റെ അവസാനം എന്താണ്? മരണം. നീതി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വിശുദ്ധീകരണം കിട്ടും. അതിൻ്റെ അവസാനം എന്താണ്? എവർ ലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ. നമ്മുടെ സബ്ജക്റ്റിൽ കൊണ്ടുവന്ന് ഞാൻ കൺക്ലൂഷൻ ചെയ്യാൻ പോവാം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇപ്പോൾ
പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാം. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം. പാപം ചെയ്തുകൊണ്ടിരുന്ന അവയവങ്ങൾ നീതി ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ എന്ത് കിട്ടും? വിശുദ്ധീകരണം കിട്ടും. കുടുംബജീവിതം, സമൂഹ ജീവിതം, സഭാജീവിതം, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും, മനുഷ്യൻ ഗ്രഹിക്കുന്ന എല്ലാ തുറകളിലും അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിക്കും. ഇന്ന് രാത്രി കുടുംബ പ്രാർത്ഥനയിൽ കൊരിന്ത്യർ ലേഖനം വായിച്ചു. പുരുഷൻ മുടി നീട്ടിയാൽ അവൻ്റെ തലയ്ക്ക് അപമാനമെന്നും, പിന്നെ സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ അതവൾക്ക് അപമാനം. എത്ര വ്യക്തമായി എഴുതി വച്ചിരിക്കുക. ഇൻ്റർനാഷണൽ പ്രീച്ചേഴ്സിൻ്റെ ഭാര്യമാർ കിടന്ന് സഭയിൽ കിടന്ന് തകർക്കുന്നത് കണ്ടിട്ട് ഞാൻ തലയെ കൈവച്ചു പോയി. വലിയ വലിയ വസ്ത്രമൊക്കെ ധരിച്ച്, പട്ടുവസ്ത്രമൊക്കെ ധരിച്ച്, തലയെ ഒരു തുണി പോലും, ഒരു ശീലക്കഷ്ണം പോലും ഇടാതെ കിടന്ന് വചനം പ്രസംഗിക്കുക. പൗലോസ് പറയുന്നു, സ്ത്രീ തലയിൽ മൂടുപടം ഇടണം, അല്ലെങ്കിൽ തലയെ അപമാനിക്കുക. പുരുഷനത് വേണ്ട. പുരുഷൻ മുടി നീട്ടി വളർത്തത് കത്തിരിച്ച് കളയണം. ഗിറ്റാർ വായിക്കുന്ന പിള്ളേരൊക്കെ എനിക്കറിയാം, നന്നായിട്ട് അറിയാം. എനിക്ക് പെണ്ണുങ്ങളെപ്പോലെ മുടി കെട്ടിവെച്ച് ഗിറ്റാർ അടിച്ചുകൊണ്ടിരിക്കുക. വെളിവെള്ളം ഒരുത്തനും ഇല്ല ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഇല്ല. എല്ലാവരും കാശുണ്ടാക്കാനിരിക്കുക. ചക്രത്തിന്മേൽ നിന്റെ കറക്കം, ചക്രം കിട്ടാൻ എൻ്റെ കറക്കം. വണ്ടിയുടെ ടയറിന് മുമ്പിൽ നിന്നൊരു പാട്ട് പാടിയെന്നാണ് പറയുന്നത്. ചക്രത്തിന്മേൽ നിന്റെ കറക്കം, ചക്രം കിട്ടാൻ എൻ്റെ കറക്കം. അങ്ങനെയായ വചനം കിട്ടും ആൾക്കാർക്ക്. എടാ, പുരുഷൻ മുടി നീട്ടി വളർത്തിയ തലയ്ക്ക് അവമാനമെന്നും, സ്ത്രീ മൂടുപടം വിട്ടില്ലെങ്കിൽ തലയ്ക്ക് അവമാനമെന്നും ദൈവവചനം പറയുമ്പോൾ ഇന്നത്തെ ഇൻ്റർനാഷണൽ പ്രീച്ചേഴ്സിൻ്റെ പാസ്റ്റർമാരൊക്കെ ഈ വചനലംഘനം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ആരെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? 500, 1000, 2000, 3000, 4000, 8000 പേരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരെണ്ണം ഗുണമുണ്ടോ ഇതിലെ? ഹല്ലേലൂയ. വചനം തെറ്റിച്ചു പോകുന്നുവെന്ന് നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ നമ്മുടെ കൈവെട്ടാൻ നടക്കുക. അങ്ങനെയല്ലേ ചന്ദ്രശേഖരൻ്റെ തല പോയത്? അതുകൊണ്ടല്ലേ ചീട്ടുകൊട്ടാരം പോലെ ആ പാർട്ടി നശിച്ചു പോയത്? കൊള്ളയും കൊള്ളിവയ്പ്പും അനുസരണക്കേട്. ഹല്ലേലൂയ. ഈ വിഷയത്തിലേക്ക് മടങ്ങി വന്ന് നിർത്താൻ താല്പര്യപ്പെടുക. അപ്പം പാപം ചെയ്തുകൊണ്ട് ലജ്ജ കിട്ടും, നീതി ചെയ്തുകൊണ്ട് എന്ത് കിട്ടും? വിശുദ്ധീകരണം കിട്ടും. പാപം ചെയ്യുക പ്ലസ് പാപം പ്ലസ് പാപം പ്ലസ് പാപം പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ പ്ലസ് ലജ്ജ, അങ്ങനെ പോകും. നീതി ചെയ്തുകൊണ്ടിരുന്നാലോ പ്ലസ് നീതി വിശുദ്ധീകരണം, പ്ലസ് നീതി വിശുദ്ധീകരണം, പ്ലസ് നീതി വിശുദ്ധീകരണം. അങ്ങനെ വിശുദ്ധീകരണം പ്രാപിച്ച് 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 ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിച്ച് 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 അങ്ങനെ മുൻപോട്ട് പോയി നിത്യജീവനിലേക്ക് പോകുന്നൊരു പ്രോസസ്സാണ് ഇവിടെ പൗലോസ് പഠിപ്പിച്ചത്. ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിത്യജീവനിലേക്ക് ആരും ചുമ്മാ ഒന്നും പോകത്തില്ല. റോമാലേഖനം 6-ാം അധ്യായത്തിലൂടെ കയറിയിറങ്ങാത്ത ആർക്കും നിത്യജീവൻ പ്രാപിക്കാൻ കഴിയത്തില്ല. പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലജ്ജ കിട്ടും, നീതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധീകരണം കിട്ടും. അങ്ങനെ വിശുദ്ധീകരണം പ്രാപിച്ച് 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 അവസാനം നിത്യജീവനിലേക്ക്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ആ നിത്യജീവനിലേക്ക് നടത്തപ്പെടുവാൻ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക, അപ്പം നിൽക്കുക, പ്രാർത്ഥന കഴിച്ചും പോരുക. അങ്ങനെയുള്ളൊരു കർത്താവ് തൻ്റെ സഭയോട് ചേർത്തോണി. അല്ലെങ്കിൽ ഏതെങ്കിലും സഭയിൽ ചെന്ന് ചാടും, അവിടെ കിടന്ന അവസാനം നരകക്കുഴിയിലോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ അപ്പം നിൽക്കി പ്രാർത്ഥന കഴിച്ചും പോകുന്ന ജനം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ പറയുന്നു, കർത്താവ് അവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരത്തിനെ ചെയ്യിക്കുകയില്ല. കർത്താവിൻ്റെ സഭ സ്വത്രം ശക്തമായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഇവിടെ ആരും സഭയൊന്നും ഉണ്ടാക്കണ്ട. ഇവിടെ ആരും ഓരോ പുതിയ പേരിട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കണ്ട. സഭ ഭൂമിയിലുണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരമാം സഭ, മണവാട്ടിയായ സഭ, കന്യകയായ സഭ, മന്ദിരമായ സഭ. ഇവിടെ ദൈവവചന വ്യവസ്ഥ പ്രകാരം വചനത്തിലുണ്ട്. ആ വ്യവസ്ഥ പാലിച്ചു കഴിയുമ്പോൾ ഏത് ദേശത്താണ് നീ പാർക്കുന്നത്, ആ ദേശത്തിലുള്ള ദൈവസഭ. കാട്ടാക്കടയിലാണെങ്കിൽ കാട്ടാക്കട ദൈവസഭ, പാലാരൂട്ടത്താണെങ്കിൽ പാലാരൂട്ടം ദൈവസഭ, ചിറ്റൂരാണെങ്കിൽ ചിറ്റൂർ ദൈവസഭ, കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് ദൈവസഭ. ഇവിടെ പേരും ഉണ്ടാക്കി പ്രസിഡന്റ് കളിച്ച് കൊണ്ട് കള്ളനും പോലീസും കളിക്കുന്ന പോലെ കളിച്ചുകൊണ്ടിരുന്നാലൊന്നും
നിത്യജീവൻ കിട്ടത്തില്ല. നിത്യജീവൻ കിട്ടണമോ അപ്പോസ്തലന്മാരുടെ ഉപദേശമെടുത്ത് ശക്തിയായി സഭയെ പഠിപ്പിക്കണം. ആ നിത്യജീവൻ പ്രാപിക്കാനുള്ള വ്യവസ്ഥ അതാ റോമാലേഖനം 6:6. റോമാലേഖനം 6-ാം അധ്യായം മുഴുവൻ വായിച്ച് പഠിച്ചുകൊള്ളുക. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നിത്യജീവൻ്റെ മൊഴികൾ കേട്ട്, ഈ വചനത്തിൻ്റെ വ്യവസ്ഥകൾ കേട്ട് അനുസരിച്ച് പാപം ചെയ്യാതെ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യജീവനിൽ പ്രവേശിക്കാൻ എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് കർത്താവ് കൃപ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.